ഓം ശാന്തി 10/1/2014. ബാബ പറയാണ്, മധുരമായ കുട്ടിയിലെ ആത്മീയ സർജൻ നിങ്ങളെ ജ്ഞാനയോഗത്തിന്റെ അത്ഭുതകരമായ ഫസ്റ്റ് ക്ലാസ് ടോണിക് കഴിപ്പിക്കുന്നു. ഈ ആത്മീയ ടോണിക് പരസ്പരം മറ്റുള്ളവരെയും കഴിപ്പിച്ച് എല്ലാവരുടെയും സൽക്കാരം നടത്തും. ചോദ്യം: വിശ്വത്തിന്റെ രാജ്യഭാഗ്യം നേടുന്നതിനു വേണ്ടി ഏതൊരു പരിശ്രമമാണ് ചെയ്യേണ്ടത്? ഏത് ശീലം ഉറച്ചതായിരിക്കണം? ഉത്തരം: ജ്ഞാനത്തിന്റെ 3-ാം നേത്രത്തിലൂടെ അകാല സിംഹാസനധാരിയായ സഹോദരാത്മാവിനെ കാണുന്നതിനുള്ള പരിശ്രമം ചെയ്യണം. സഹോദരാത്മാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവർക്ക് ജ്ഞാനം പറഞ്ഞുകൊടുക്കും. സ്വയം ആദ്യം ഞാൻ ആത്മാവാണ് എന്ന് മനസ്സിലാക്കി മറ്റ് സഹോദരാത്മാക്കൾക്ക് ജ്ഞാനം പറഞ്ഞുകൊടുക്കണം. ഈ ശീലം ഉണ്ടായെങ്കിൽ മാത്രമേ വിശ്വത്തിന്റെ രാജ്യഭാഗ്യം ലഭിക്കൂ. ഈ ശീലത്തിലൂടെ ശരീരബോധം ഇല്ലാതാകും. മായയുടെ കൊടുങ്കാറ്റും മോശമായ സങ്കല്പങ്ങൾ പോലും വരില്ല. മറ്റുള്ളവർക്ക് അവരുടെ ഉള്ളിൽ ജ്ഞാനത്തിന്റെ അമ്പുകൾ നല്ലതായി തറയ്ക്കുകയും ചെയ്യും. ഓം ശാന്തി. ജ്ഞാനത്തിന്റെ 3-ാം നേത്രം നൽകുന്ന ആത്മീയ അച്ഛനിരുന്ന് തന്റെ ആത്മാക്കളായ കുട്ടികൾക്ക് മനസ്സിലാക്കി തരുന്നു. ജ്ഞാനത്തിന്റെ 3-ാം നേത്രം ബാബയ്ക്കല്ലാതെ മറ്റാർക്കും തരാൻ കഴിയില്ല. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനത്തിന്റെ 3-ാം നേത്രം ലഭിച്ചു കഴിഞ്ഞു. ഈ ലോകം പഴയതാണ്, ഇത് മാറേണ്ടതാണെന്ന് നിങ്ങൾക്കറിയാം. പാവം മനുഷ്യർക്ക് എങ്ങനെ മാറാൻ കഴിയും? ആര് മാറ്റും? ഈ കാര്യങ്ങളൊന്നും അറിയില്ല. കാരണം ജ്ഞാനത്തിന്റെ 3-ാം കണ്ണില്ല. നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ ജ്ഞാനത്തിന്റെ 3-ാം കണ്ണ് കിട്ടി. അതിലൂടെ സൃഷ്ടിയുടെ ആദ്യം മധ്യ അന്ത്യം മനസ്സിലായി. ഈ ജ്ഞാനം സാക്രിനാണ്. സാക്രിന്റെ ഒരു തരി പോലും എത്ര മധുരതരമാണ്. ജ്ഞാനത്തിന് മന്മനാഭവ എന്ന ഒരൊറ്റ ശബ്ദത്തിനുള്ളിൽ ഒതുക്കാം. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. ബാബ ശാന്തിധാമത്തിലേക്കും സുഖധാമത്തിലേക്കുമുള്ള വഴി പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്ക് സ്വർഗത്തിലെ സമ്പത്ത് നൽകുന്നതിനു വേണ്ടി ബാബ വന്നിരിക്കുകയാണ്. അതിനാൽ കുട്ടികൾക്ക് എത്ര സന്തോഷം ഉണ്ടായിരിക്കണം. സന്തോഷം പോലെ മറ്റൊരു ടോണിക്കില്ല എന്ന് പറയാറുണ്ടല്ലോ. സദാ സന്തോഷത്തിലിരിക്കുന്നവർക്ക് ആ സന്തോഷം ടോണിക്ക് പോലെ തന്നെയാണ്. 21 ജന്മ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് ഇത് ശക്തിദായകമായ പോഷക ആഹാരമാണ്. ഈ ടോണിക്ക് സദാ എല്ലാവരെയും കഴിപ്പിച്ചുകൊണ്ടിരിക്കൂ. നിങ്ങൾ ശ്രീമതത്തിലൂടെ ആത്മീയ സൽക്കാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും ബാബയുടെ പരിചയം നൽകുക തന്നെയാണ് സത്യമായ സൽക്കാരം. പരിധിയില്ലാത്ത അച്ഛനിലൂടെ ഞങ്ങൾക്ക് ജീവൻ മുക്തിയുടെ ടോണിക്ക് ലഭിക്കുന്നു എന്ന് മധുരമായ മക്കൾക്കറിയാം. സത്യുഗത്തിൽ ഭാരതം ജീവൻ മുക്തമായിരുന്നു, പവിത്രമായിരുന്നു. ബാബ വളരെ ഉയർന്ന ടോണിക്കാണ് നൽകുന്നത്. അപ്പോഴാണ് അതീന്ദ്രിയ സുഖം ഗോപഗോപികമാരോട് ചോദിക്കൂ എന്ന മഹിമയുണ്ടാകുന്നത്. ജ്ഞാനയുഗത്തിന്റെ എത്ര ഫസ്റ്റ് ക്ലാസ് ടോണിക്കാണിത്. ഈ ടോണിക്ക് ഒരേയൊരു ആത്മീയ സർജന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. മറ്റാർക്ക് ഈ ടോണിക്കിനെ കുറിച്ച് അറിയുക പോലുമില്ല. ബാബ പറയുന്നു, എന്റെ മധുരമായ കുട്ടികളെ, നിങ്ങൾക്ക് വേണ്ടി ഉള്ളംകൈയിൽ സ്വർഗത്തിന്റെ സമ്മാനവും കൊണ്ട് ബാബ വന്നിരിക്കുകയാണ്. മുക്തി, ജീവൻ മുക്തി സമ്മാനം എന്റെ കൈവശം മാത്രമാണുള്ളത്. കൽപ്പകൽപ്പം ഞാൻ തന്നെ വന്നിട്ടാണ് നിങ്ങൾക്കിത് തരുന്നത്. പിന്നെ ഈ സമ്മാനം രാവണൻ നിങ്ങളിൽ നിന്ന് തട്ടിയെടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ടായിരിക്കണം. ഞങ്ങളെ കൂടെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഒരേയൊരച്ഛനും ടീച്ചറും സത്യമായ ഗുരുവുമായ ബാബയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഏറ്റവും പ്രിയപ്പെട്ട ബാബയിൽ നിന്ന് വിശ്വത്തിന്റെ ചക്രവർത്തി ലഭിക്കുന്നു. ഇത് ചെറിയ കാര്യം വല്ലതുമാണോ? സദാ ഹർഷിതമായിരിക്കണം. ഈശ്വരീയ വിദ്യാർത്ഥി ജീവിതമാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇത് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിന്റെ മഹിമയാണ്. പിന്നെ പുതിയ ലോകത്ത് നിങ്ങൾ സന്തോഷം ആഘോഷിച്ചുകൊണ്ടിരിക്കും. സത്യമായ സന്തോഷം എപ്പോൾ ആഘോഷിക്കുന്നു എന്ന് ലോകത്ത് ആർക്കും അറിയില്ല. മനുഷ്യർക്ക് സത്യുഗത്തിന്റെ ജ്ഞാനം തന്നെയില്ല. ഇവിടെ തന്നെയാണ് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരും.
എന്നാൽ ഈ പഴയ തമോപ്രധാന ലോകത്ത് സന്തോഷം എവിടെ നിന്ന് വരാനാണ്? ഇവിടെ എല്ലാവരും രക്ഷിക്കൂ രക്ഷിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്രത്തോളം ദുഃഖം നിറഞ്ഞ ലോകമാണിത്. ബാബ, നിങ്ങൾ കുട്ടികൾക്ക് എത്ര സഹജമായ വഴിയാണ് പറഞ്ഞു തരുന്നത്. ഗൃഹസ്ഥ വ്യവഹാരത്തിലിരുന്നും കമലപുഷ്പ സമാനം മാറൂ. വ്യാപാരങ്ങളും വ്യവസായങ്ങളും എല്ലാം ചെയ്തുകൊണ്ടും എന്നെ ഓർമ്മിക്കൂ. പ്രിയതമനും പ്രിയതമയുമാകുമ്പോൾ പരസ്പരം ഓർമ്മിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഒരാൾക്ക് ഒരു പ്രിയതമ, മറ്റൊരാൾക്ക് മറ്റൊരു പ്രിയതമൻ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ നിങ്ങളെല്ലാ പ്രിയതമകൾക്കും ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളത് ഒരേയൊരു പ്രിയതമനാണ്. ബാബ നിങ്ങളുടെ പ്രിയതമയല്ല, ബാബ നിങ്ങളുടെ പ്രിയതമനാണ്. നിങ്ങൾ ഈ പ്രിയതമന് വേണ്ടിയിട്ടാണ് ഓർമ്മിച്ചുകൊണ്ടിരുന്നത്. ദുഃഖം കൂടുതലുണ്ടാകുമ്പോൾ ബാബയാകുന്ന പ്രിയതമനെ നിങ്ങൾ കൂടുതൽ ഓർമ്മിച്ചു. അതിനാലാണ് ദുഃഖത്തിൽ എല്ലാവരും ഭഗവാനെ ഓർമ്മിക്കുന്നു, എന്നാൽ സുഖത്തിൽ ആരും ഓർമ്മിക്കുന്നില്ല എന്ന് പാടുന്നത്. ഈ സമയം ബാബ സർവശക്തിവാനാണ്. ദിനംപ്രതി മായയാകുന്ന സർവശക്തിവാനും തമോപ്രധാനമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനാൽ ബാബ പറയുകയാണ്, മധുരമായ കുട്ടികളെ, ദേഹി-അഭിമാനിയാകൂ. ആത്മാവാണെന്ന് സ്വയം മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിക്കൂ. കൂടാതെ ദേവതാ ഗുണങ്ങളും ധാരണ ചെയ്യൂ. എങ്കിൽ നിങ്ങൾ ലക്ഷ്മി നാരായണനെ പോലെയായി മാറും. ഈ പഠിപ്പിന്റെ മുഖ്യമായ കാര്യം ഓർമ്മയാണ്. ഉയർന്നതിലും ഉയർന്ന ബാബയെ വളരെ സ്നേഹത്തോടുകൂടി ഓർമ്മിക്കണം. ആ ബാബ തന്നെയാണ് പുതിയ ലോകം സ്ഥാപിക്കുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ കുട്ടികളെ വിശ്വത്തിന്റെ അധികാരിയാക്കുന്നതിന് ഞാൻ വന്നിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ അനേക ജന്മങ്ങളിലെ പാപം ഇല്ലാതാകും. പതിത പാവനായ ബാബയെ തന്നെയല്ലേ വിളിച്ചിരുന്നത്? ഇപ്പോൾ ബാബ വന്നു കഴിഞ്ഞു. തീർച്ചയായും പവിത്രമായി മാറണം. ബാബ ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നു. സത്യുഗത്തിൽ ലോകം പവിത്രമായിരുന്നു. അപ്പോഴെല്ലാവരും സുഖികളായിരുന്നു. ഇപ്പോൾ ബാബ വീണ്ടും പറയുകയാണ്, മക്കളെ, ശാന്തിധാമത്തെയും സുഖധാമത്തെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഇത് സംഗമയുഗമാണ്. തോണിക്കാരനായ ബാബ വന്ന് നിങ്ങളെ ഈ കലിയുഗീ തീരത്തുനിന്ന് സത്യുഗീ തീരത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ഒരു തോണിയല്ല, ശരിക്കും ഒരു വലിയ കപ്പലിനുള്ളിലാണ് ബാബ നിങ്ങളെ മുഴുവൻ മറുകര എത്തിക്കുന്നത്. മധുരമായ നിങ്ങൾ കുട്ടികൾക്ക് എത്ര സന്തോഷമുണ്ടാകണം. നിങ്ങൾക്ക് സദാ സന്തോഷം തന്നെ സന്തോഷമാണ്. പരിധിയില്ലാത്ത അച്ഛൻ എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഓ, ഇതിങ്ങനെ ഒരു കാര്യം എവിടെയും ഒരിക്കലും കേട്ടിട്ടുമില്ല, പഠിച്ചിട്ടുമില്ല. ഭഗവാന് വാച്ച്, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. നിങ്ങൾ ആത്മീയ കുട്ടികളെ രാജയോഗം പഠിപ്പിക്കുന്നു. എന്നാൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കണം, പഠിപ്പ് ധാരണ ചെയ്യണം. പഠിത്തത്തിൽ എപ്പോഴും സംഖ്യാക്രമം ഉണ്ടാകും. സ്വയം നോക്കണം, ഞാൻ ഉത്തമനായി പഠിക്കുന്നുണ്ടോ, അതോ പഠിപ്പിൽ ഞാൻ മധ്യമനാണോ, അതോ അധമാവസ്ഥയിലാണോ? ബാബ പറയുന്നു, സ്വയം നോക്കൂ, ഞാൻ ഉയർന്ന പദവി നേടുന്നതിന് യോഗ്യനാണോ? ആത്മീയ സേവനങ്ങൾ ചെയ്യുന്നുണ്ടോ? കാരണം ബാബ പറയാണ്, മക്കളെ, സേവനത്തിന് യോഗ്യരായി മാറൂ. സേവന കാര്യത്തിൽ ബ്രഹ്മബാബയെ ഫോളോ ചെയ്യൂ. ഞാൻ വന്നിരിക്കുന്നത് തന്നെ മക്കളുടെ സേവനത്തിനാണ്. ദിവസേന കുട്ടികളുടെ സേവനവും ചെയ്യുന്നു. അതിനാലാണ് ബ്രഹ്മബാബയുടെ രഥം എടുത്തിരിക്കുന്നത്. ഈ രഥത്തിന് അസുഖം വരികയാണെങ്കിൽ ഞാൻ ബ്രഹ്മാവിന്റെ ശരീരത്തിലിരുന്ന് മുരളി എഴുതുന്നു. മുഖത്തിലൂടെ സംസാരിക്കാൻ വയ്യ എങ്കിൽ ഞാൻ എഴുതിത്തരും. കാരണം കുട്ടികൾക്ക് മുരളി നഷ്ടപ്പെടരുതല്ലോ. അപ്പോൾ ബാബ സദാ സേവനത്തിലല്ലേ? ബാബ ചെയ്യുന്നത് ആത്മീയ സേവനമാണ്. ബാബ മധുരമധുരമായ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്, കുട്ടികളെ, നിങ്ങളും ബാബയെപ്പോലെ സേവനങ്ങളിൽ മുഴുകൂ. മുഴുവൻ വിശ്വത്തിന്റെ അധികാരിയായ ബാബ തന്നെയാണ് നിങ്ങളെ വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റാൻ വന്നിരിക്കുന്നത്. നന്നായി പുരുഷാർത്ഥം ചെയ്യുന്നവരെ മഹാവീരൻ എന്ന് പറയും. ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടക്കുന്ന മഹാവീരൻ ആരാണ് എന്ന് ബാബയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരെ സഹോദരാത്മാവായി കാണൂ. ഇത് ബാബയുടെ ആജ്ഞയാണ്. ഈ ശരീരത്തെ മറക്കൂ.
ബാബയും ശരീരത്തെ കാണുന്നില്ല. ഞാൻ ആത്മാക്കളെയാണ് നോക്കുന്നത് എന്ന് ബാബ പറയുന്നു. എന്നാൽ ആത്മാവിന് ശരീരമില്ലാതെ സംസാരിക്കാൻ കഴിയില്ല എന്നതും ജ്ഞാനമാണ്. ഞാനും ബ്രഹ്മാവിന്റെ ശരീരം കടമെടുത്ത് ഈ ശരീരത്തിൽ വരുന്നു. ശരീരത്തിലൂടെ മാത്രമേ ആത്മാവിന് പഠിക്കാനും കഴിയൂ. ബ്രഹ്മബാബയുടെ ശരീരത്തിലാണ് ശിവബാബ ഇരിക്കുന്നത്. ബ്രഹ്മബാബയാണ് ശിവബാബയുടെ അകാല സിംഹാസനം. ആത്മാവ് അകാലമൂർത്തിയാണ്. ആത്മാവ് ഒരിക്കലും ചെറുതോ വലുതോ ആകുന്നില്ല. എന്നാൽ ശരീരം ചെറുതും വലുതുമാകുന്നു. എത്ര ആത്മാക്കളുണ്ടോ അവർക്കെല്ലാം ഭ്രൂമധ്യമാണ് സിംഹാസനം. ശരീരം എല്ലാവർക്കും വേറെ വേറെയാണ്. ചിലരുടെ അകാല സിംഹാസനം പുരുഷന്റേതായിരിക്കും, ചിലരുടേത് സ്ത്രീയുടേതും, ചിലരുടേത് കുട്ടികളുടേതായിരിക്കും. ബാബ ഇരുന്ന കുട്ടികളെ ആത്മീയ ഡ്രിൽ അഭ്യസിപ്പിക്കുന്നു. ആരോടെങ്കിലും സംസാരിക്കുമ്പോൾ ആദ്യം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഞാൻ ആത്മാവ് എന്റെ സഹോദരാത്മാവിനോട് സംസാരിക്കുന്നു. ശിവ് ബാബയെ ഓർമ്മിക്കൂ എന്ന ബാബയുടെ സന്ദേശം നൽകുന്നു. ഓർമ്മയിലൂടെ തന്നെയാണ് കറ പോകുന്നത്. സ്വർണത്തിൽ കറ പതിയുമ്പോൾ മൂല്യവും കുറയുന്നു. നിങ്ങൾ ആത്മാക്കളിലും കറയുള്ളത് കാരണം മൂല്യരഹിതമായി തീർന്നു. ഇപ്പോൾ വീണ്ടും പരിശുദ്ധമാകണം. നിങ്ങൾ ആത്മാക്കളിപ്പോൾ ജ്ഞാനത്തിന്റെ 3ാം നേത്രം ലഭിച്ചവരാണ്. ആ കണ്ണുകളിലൂടെ സ്വന്തം സഹോദരാത്മാവിനെ കാണൂ. ആത്മാവ് തന്റെ സഹോദരാത്മാവിനെ നോക്കുകയാണെങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾ ചഞ്ചലമാകില്ല. രാജ്യഭാഗ്യം നേടണം, വിശ്വത്തിന്റെ അധികാരിയാകണം എങ്കിൽ ഈ ആത്മീയ പരിശ്രമം ചെയ്യൂ. ആത്മസഹോദരൻ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഒരാത്മാവിന് ജ്ഞാനം പറഞ്ഞു കൊടുക്കാൻ. ഈ ശീലം പക്കയാക്കണം. സത്യമായ സഹോദരാത്മാക്കളാണ് നിങ്ങൾ. ബാബയും മുകളിൽ നിന്നാണ് വന്നിരിക്കുന്നത്, നിങ്ങളും മുകളിൽ നിന്ന് വന്നിരിക്കുന്നു. ബാബ നിങ്ങൾ കുട്ടികളോടൊപ്പം സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു. സേവനത്തിനുള്ള ധൈര്യം ബാബയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ധൈര്യശാലിയായ മനുഷ്യന് ഈശ്വരന്റെ സഹായം എന്ന് പറയാറുണ്ട്. കുട്ടികളും അഭ്യസിക്കണം. ഞാൻ ആത്മാവ് എന്റെ സഹോദരാത്മാവിനെ പഠിപ്പിക്കുന്നു. ആത്മാവല്ലേ പഠിക്കുന്നത്? ഇതാണ് ആത്മീയ ജ്ഞാനം. ആത്മീയ അച്ഛനിൽ നിന്ന് മാത്രമേ ഈ പഠിപ്പ് കിട്ടൂ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ എന്ന ജ്ഞാനം സംഗമത്തിൽ തന്നെയാണ് ബാബ തരുന്നത്. നിങ്ങൾ അശരീരിയായി വന്നു, പിന്നീട് ശരീരം ധാരണ ചെയ്ത് 84 ജന്മങ്ങളുടെ പാർട്ട് അഭിനയിക്കുന്നു. ഇപ്പോൾ വീണ്ടും നിങ്ങൾക്ക് മടങ്ങിപ്പോകണം. അതിനാൽ സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി സഹോദര ആത്മാവെന്ന ദൃഷ്ടിയിലൂടെ മറ്റുള്ളവരെ നോക്കണം. ഇതിന് പരിശ്രമം വേണം. സ്വയം പരിശ്രമിക്കണം. അല്ലാതെ മറ്റുള്ളവരിൽ നിങ്ങൾക്കെന്ത് കിട്ടാനാണ്? ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്നാണല്ലോ പറയുന്നത്. അതായത് പരിവർത്തനം അവരവരിൽ നിന്ന് ആരംഭിക്കണം. ഞാൻ ആത്മാവാണെന്ന ബോധത്തോടെ മറ്റ് സഹോദരാത്മാക്കൾക്ക് പറഞ്ഞുകൊടുക്കുകയാണെങ്കിൽ ജ്ഞാനം അവരുടെ ഉള്ളിൽ അമ്പുപോലെ തറയ്ക്കും. ജ്ഞാനം പറഞ്ഞുകൊടുക്കുമ്പോൾ മൂർച്ചയുണ്ടാകണം. പരിശ്രമിക്കണം, എങ്കിലേ ഉയർന്ന പദവി കിട്ടൂ. ബാബ വന്നിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഫലം തരാനാണ്. പക്ഷേ ഫലം നേടാനുള്ള പരിശ്രമം കുട്ടികൾ ചെയ്യണം, കുറച്ച് സഹിക്കുകയും വേണം. ആരെങ്കിലും എന്തെങ്കിലും തലകീഴായ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ മിണ്ടാതിരിക്കൂ. നിങ്ങൾ മൗനമായിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? 2 കൈയും കൂട്ടിയടിക്കുമ്പോഴല്ലേ ശബ്ദം ഉണ്ടാകുള്ളൂ. ഒരാൾ വായിലൂടെ ശബ്ദം ഉണ്ടാക്കുമ്പോൾ മറ്റേയാൾ മൗനമായി ഇരിക്കുക. അപ്പോൾ അവരും സ്വയം മൗനിയായി മാറിക്കൊള്ളും. എന്നാൽ 2 കൈകളും കൂട്ടിയിടിക്കുന്നതിലൂടെ അവരും പറയുന്നു, നിങ്ങളും തിരിച്ചു പറയുന്നു. അപ്പോൾ ശബ്ദമുണ്ടാകും. കുട്ടികൾ പരസ്പരം മംഗളം ചെയ്യണം. ബാബ മനസ്സിലാക്കി തരുന്നു, മക്കളെ സദാ സന്തോഷത്തിലിരിക്കണം. ആ സ്ഥിതിയാണ് മന്മനാഭവ. സ്വയം ആത്മാവെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ. സഹോദരാത്മാവാണെന്ന ബോധത്തോടെ ഓരോരുത്തരെയും നോക്കൂ. ആ ബോധത്തിലിരുന്ന് ജ്ഞാനം നൽകൂ. യോഗം ചെയ്യിക്കുമ്പോഴും ഞാൻ ആത്മാവാണെന്ന ബോധത്തോടെ മറ്റോരോ ആത്മാക്കളെയും നോക്കുകയാണെങ്കിൽ നല്ല സേവനം നടക്കും. സഹോദരാത്മാക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കൂ എന്നാണ് ബാബ പറയുന്നത്. എല്ലാ സഹോദരാത്മാക്കളും ബാബയിൽ നിന്ന് സമ്പത്തെടുക്കുന്നു. ഈ ആത്മീയ ജ്ഞാനം ഒരേയൊരു തവണയാണ് നിങ്ങൾ ബ്രാഹ്മണർക്ക് ലഭിക്കുന്നത്.
നിങ്ങൾ ബ്രാഹ്മണരാണ് നാളെ ദേവതയാകുന്നത്. ഈ സംഗമയുഗത്തെ കളയരുത്. സംഗമയുഗ സമയം നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾ എങ്ങനെ മറുകരയെത്തും? അത്ഭുതകരമായ സംഗമ സമയമാണിത്. കുട്ടികൾ ഓർമ്മയുടെ ആത്മീയ യാത്ര ചെയ്യുന്ന ശീലമുണ്ടാക്കണം. നേട്ടമുണ്ടാക്കാവുന്ന കാര്യമാണിത്. ബാബയുടെ ഈ പഠിപ്പ് നിങ്ങൾ സഹോദരാത്മാക്കൾക്ക് നൽകണം. ബാബ പറയുന്നു, ഞാൻ നിങ്ങൾ ആത്മാക്കൾക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിനെയാണ് നോക്കുന്നത്. മനുഷ്യർ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ മുഖത്താണല്ലോ നോക്കുന്നത്. നിങ്ങൾ ആത്മാക്കളോട് സംസാരിക്കുമ്പോൾ ആത്മാവിനെ നോക്കണം. ശരീരത്തിലൂടെയാണ് ജ്ഞാനം നൽകുന്നത്. എങ്കിലും ആത്മബോധത്തോടെ നൽകുമ്പോൾ ശരീരബോധം ഉണ്ടാകില്ല. നിങ്ങൾ ആത്മാക്കൾക്കറിയാം, പരമാത്മാവായ ബാബ ആത്മാവ് എനിക്ക് ജ്ഞാനം നൽകിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ബാബയും പറയുകയാണ്, ഞാൻ ആത്മാവിനെയാണ് നോക്കുന്നത്. ആത്മാക്കളായ ഞങ്ങൾ പരമാത്മാവായ ബാബയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ബാബയിൽ നിന്ന് ജ്ഞാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് ആത്മീയ ജ്ഞാനത്തിന്റെ കൊടുക്കൽ വാങ്ങൽ. ആത്മാവ് ആത്മാവുമായി ചെയ്യുന്ന കൊടുക്കൽ വാങ്ങൽ. ആത്മാവ് തന്നെയാണ് ജ്ഞാനം നൽകുന്നതും ആത്മാവ് തന്നെയാണ് ജ്ഞാനം നേടുന്നതും. ഈ ജ്ഞാനം മൂർച്ചയോടെ ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുത്താൽ പെട്ടെന്ന് അമ്പ് തറയ്ക്കും പോലെ തറയ്ക്കും. അതുകൊണ്ടാണ് ബാബ പറയുന്നത്, പ്രാക്ടീസ് ചെയ്ത് നോക്കൂ. അമ്പുപോലെ മറ്റുള്ളവരുടെ ഉള്ളിൽ തറയ്ക്കുന്നുണ്ടോ? ആത്മബോധത്തോടെ നോക്കുകയും ആത്മബോധത്തിലിരുന്ന് ജ്ഞാനം നൽകുകയും ചെയ്യുന്ന ശീലമുണ്ടെങ്കിൽ ശരീരഭാരം താനേ ഇല്ലാതായിക്കൊള്ളും. അമ്പ് തറയ്ക്കുന്നതുപോലെ ജ്ഞാനം മറ്റുള്ളവരുടെ ഉള്ളിൽ തറയ്ക്കും. മായയുടെ കൊടുങ്കാറ്റില്ലാതാകും. മോശമായ വിചാരങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ വരില്ല. കണ്ണുകൾ ക്രിമിനലാകില്ല. ആത്മാക്കളെ നമ്മൾ 84 ജന്മത്തിന്റെ ചക്രം പൂർത്തിയാക്കി. നാടകം പൂർത്തിയായി. ഇപ്പോൾ ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് തമോ പ്രധാനത്തിൽ നിന്ന് സതോ പ്രധാനവും ആകുന്നത്. സതോ പ്രധാന ലോകത്തിലെ അധികാരിയുമാകുന്നു. എത്ര എളുപ്പമാണ്. ബാബയ്ക്കറിയാം, കുട്ടികൾക്ക് ഈ പഠിപ്പ് നൽകുന്നതും എന്റെ പാർട്ടാണ്. ഇതും പുതിയ കാര്യമൊന്നുമല്ല. ഓരോ 5000 വർഷത്തിന് ശേഷവും എനിക്ക് വരേണ്ടതുണ്ട്. ഞാൻ ഈ നാടകത്തിൽ ബന്ധിതനാണ്. കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു, മധുരമായ എന്റെ മക്കളെ, ആത്മീയ ഓർമ്മയുടെ യാത്രയിലിരിക്കൂ. എങ്കിൽ അന്തിമ സമയത്ത് ശ്രേഷ്ഠഗതി ഉണ്ടാകും. ഇത് അന്തിമ കാലമാണ്. എന്നെ മാത്രം ഓർമ്മിച്ചാൽ നിങ്ങൾക്ക് സദ്ഗതി ഉണ്ടാകും. ദേഹി അഭിമാനിയാകാനുള്ള ഈ പഠിപ്പ് ഒരേയൊരു തവണ മാത്രമാണ് നിങ്ങൾ കുട്ടികൾക്ക് ലഭിക്കുന്നത്. എത്ര മനോഹരമായ ജ്ഞാനമാണ്. ബാബയെ പോലെ മനോഹരമാണ് ജ്ഞാനവും. ഇത് മറ്റൊരാൾക്കും ഒരിക്കലും നിങ്ങൾക്ക് തരാൻ കഴിയില്ല. ഇപ്പോൾ തിരിച്ചു വീട്ടിലേക്ക് പോകണം. അതിനാൽ ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, അഭ്യാസം ചെയ്യൂ. സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സഹോദരാത്മാവിനാണ് ഞാൻ ജ്ഞാനം നൽകുന്നത്. ഈ പ്രാക്ടീസ് ചെയ്യൂ. 3-ാം കണ്ണുകൊണ്ട് സഹോദരാത്മാവിനെ കാണൂ. വളരെ പ്രയാസമുള്ള കാര്യമാണ്, എങ്കിലും അഭ്യസിക്കണം. ശരി. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ ഓമന സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർകാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ആത്മീയ കുട്ടികളുടെ ആത്മീയ പിതാവിനും നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യ സാരം: ബാബ ഏതുപോലെ കുട്ടികളുടെ ആത്മീയ സേവനത്തിന് വന്നിരിക്കുന്നുവോ അതുപോലെ ബാബയെ ഫോളോ ചെയ്ത് കുട്ടികളും ആത്മീയ സേവനം ചെയ്യണം. ബാബയുടെ നിർദ്ദേശമനുസരിച്ച് നടന്ന് സന്തോഷത്തിന്റെ ടോണിക് കഴിക്കുകയും കഴിപ്പിക്കുകയും ചെയ്യണം. ആരെങ്കിലും എന്തെങ്കിലും തലകീഴായ കാര്യം സംസാരിച്ചാൽ നിങ്ങൾ മൗനമായിരിക്കണം. നിങ്ങൾ തിരിച്ച് ശബ്ദമുണ്ടാക്കരുത്, സഹിക്കണം. വരദാനം: ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ അനേക ആത്മാക്കളുടെ സേവനം ചെയ്യുന്ന ലൈറ്റ് മൈറ്റ് സമ്പന്നരായി ഭവിക്കട്ടെ. എങ്ങനെയാണ് ഒരു ലൈറ്റ് ഹൌസ് ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെ ദൂരത്തേക്ക് സേവനം ചെയ്യുന്നത്? അതുപോലെ താങ്കളെല്ലാവരും ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് അനേകരുടെ സേവനങ്ങൾക്ക് നിമിത്തമായി മാറുന്നു. ഈ സ്ഥിതിക്കാണ് ലൈറ്റ് മൈറ്റിലൂടെ
അതായത് ശക്തിയും പ്രകാശത്തിലൂടെയും ഈ സേവനത്തിനു വേണ്ടി ലൈറ്റും മൈറ്റിലൂടെയും സമ്പന്നമാകുന്നതിന്റെ ആവശ്യമുണ്ട്. മനസ്സും ബുദ്ധിയും സദാ വ്യർത്ഥം ചിന്തിക്കുന്നതിൽ നിന്ന് മുക്തമാകും. മന്മനാഭവ മന്ത്രത്തിന്റെ സഹജ സ്വരൂപമാകണം. മനസാ ശുഭാവന, ശ്രേഷ്ഠകാമന, ശ്രേഷ്ഠവൃത്തി, ശ്രേഷ്ഠ തരംഗങ്ങളിലൂടെ സമ്പന്നമാകുകയാണെങ്കിൽ ഈ സേവനം സഹജമായി ചെയ്യാൻ കഴിയും. ഇതുതന്നെയാണ് മനസാ സേവനം. സ്ലോഗൻ: നിങ്ങൾ ബ്രാഹ്മണാത്മാക്കൾ മൈറ്റാകൂ, അതായത് ശക്തി സമ്പന്നരാകൂ. മറ്റാത്മാക്കളെ മൈക്കാക്കൂ, അതായത് ജ്ഞാനം പറഞ്ഞുകൊടുക്കുന്ന മൈക്കുകളാക്കി അവരെ മാറ്റൂ. നിങ്ങൾ മൈറ്റ് ശക്തി സമ്പന്നരുമാകൂ. ഓം ശാന്തി.